കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു. നമ്മൾ ഓരോ മതങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ മതം എന്താണ്? ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോരാടി നേടിയ ഒരു വിജയം തന്നെയാണ്. ഇത് എഴുതാൻ കാണിച്ച എഴുത്തിനും ഡയറക്ടറും എല്ലാം അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയാം. സമൂഹത്തിൽ പറയേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ പച്ചയായി വിളിച്ചു പറഞ്ഞു. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാനൊക്കെ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ വരെ ഈ സിനിമ തുറന്നു കാണിക്കുന്നു. അത്തരം ഒരു എഴുതുമ്പോൾ മുൻവിധികൾ ഉണ്ടായപ്പോൾ ഈ സിനിമ വരുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. ഒരു സെൻസർ ബോർഡിൽ ഒരു കട്ടിങ് ഉണ്ടാവും, പിന്നെ ഒരു പോരാട്ടം വേണ്ടി വരുന്ന മുൻവിധിയോ ധാരണകളോ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ ഈ സിനിമയിൽ അഭിനയിച്ചത്. ഒരു മറ്റ് മതസ്ഥനായിട്ട് അഭിനയിക്കുന്നു. ഒരു മുസ്ലിം കോയാണ് കഥ എഴുതിയത്, അഭിനയിച്ചത് ഷെയ്ൻ നിഗമാണ്, ഡയറക്റ്റ് ചെയ്തത് റഫീഖാണ്. അത് ഒരു മുൻവിധിയായിട്ട് സെൻസർ ബോർഡ് കണ്ടിരുന്നു. ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ് ഉണ്ട്. ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻ്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ, അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമപ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും. കലയാണെങ്കിലും മാധ്യമപ്രവർത്തനമാണെങ്കിലും നമ്മൾ ബേസിക് ഇത് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു, ഇത് നമുക്ക് എന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്നു കാട്ടുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കളമശ്ശേരിയിലൊരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടിപ്പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജനുവനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും ആ സിനിമയിലില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റേ തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ അവർ സ്വീകരിക്കും. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നത് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ ഈ സിനിമ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ A സർട്ടിഫിക്കറ്റ് അല്ലേ, സെൻസർ ബോർഡിന് ഇത്ര 16-18 വിട്ടുവെട്ടം എന്ന് പറയുന്നു. അത് വളരെ പോരാടി ആ കട്ടുകളുടെ എണ്ണം കുറച്ച് ആ ബീഫൊക്കെ വലിയ കട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് ചെയ്ത ആട് തന്നെയാണ്. ആ ബീഫ് ബിരിയാണി പറയുന്നുണ്ടാണ്. അത് പറയുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല, അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ചൈനീസ് സിനിമയിൽ കൊണ്ട് എന്റെ പേരാണല്ലോ സാറെ റോഡിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തന്നെയാണ്. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ അതിനൊരു പേടി ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്താകുന്നു? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എൻ്റെ പേരാണോ പ്രശ്നം? അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. ക്യാരക്ടറൈസ് അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ
ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു, നമ്മൾ ഓരോ മതങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിൻ്റെ പേരിൽ, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടാരെങ്കിലും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിൻ്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കാണ്ട് നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറയുന്നത്? അത് ഓരോ സമൂഹത്തിനും, ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അത് തന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റെലവെന്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എല്ലാ സീനും നല്ലതായിരുന്നു. ഇന്നൊരു സീനിന് എടുത്ത് പറയാനായിട്ടില്ല. എനിക്ക് ടോട്ടലി എനിക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. കാണാത്ത ആൾക്കാർ അല്ലെ, സിനിമ കണ്ടവർക്ക് അല്ലെ, കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമയുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇതിന്റെ സെറ്റിംഗ് അപ്പ് മാത്രമാണ്. ഇവര് സ്നേഹിച്ച് ഒളിച്ചോടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ്, അല്ലെങ്കിൽ ഈ കഥ നടക്കില്ല. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ലാസ്റ്റ് ഇത് എങ്ങനെ അവസാനിക്കുന്നതാണ്. അതെ 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 ഇതൊരു എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. ഒരു നല്ലൊരു പ്രോഡക്റ്റിന് എല്ലാ മേഖലയും നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ എന്നാണ്. എല്ലാവരുടെയും ബെസ്റ്റ് ഉണ്ട്. ഇന്നലെ സിനിമ കണ്ടായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു താങ്ക് യു. ഇത്രയും നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞ് വന്നെങ്കിൽ പോലും ഇപ്പം പട്ടേൽ സിനിമ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ സമയത്തിന് ഇറങ്ങേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല സ്ഥലങ്ങളിൽ നടന്ന ആരാധനാലയങ്ങളിൽ നടന്ന പല കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല. അതിന്റെ പേര് അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു ഇതുകൂടെ ഉണ്ട്. ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ഇത് ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഉണ്ടാവില്ല. ചിലർ നല്ലത് പറയും, ചിലത് മോശം പറയും. അതെങ്ങനെ? സ്വാഭാവികമല്ലേ, എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്യുന്നു, അത് ഇഷ്ടപ്പെട്ട, പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്നെ കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം, പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നെല്ലാം എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക, കണ്ടവരുടെ അഭിപ്രായങ്ങൾ. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാട്ടർ സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾക്കതൊരു, ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.